ദെൻ നമ്മളിപ്പോ ചാർജ് പറഞ്ഞ അല്ലെ, കൂളം. സോ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളം എന്ന് പറഞ്ഞത്. Okay. നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം രണ്ട് ചാർജസ് Q1 ആൻഡ് Q2. രണ്ട് ചാർജുകളെ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് Q1 Q2. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകളെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഒരു സ്മോൾ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാവുന്നത് പോലെ രണ്ട് ചാർജസിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു അട്രാക്ഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഒരു റിപ്പൽഷൻ സംഭവിക്കും അല്ലെ. അപ്പൊ രണ്ടാളുകൾ അടുത്തടുത്ത് നിൽക്കുന്നു, ഒന്നെങ്കിൽ ഇവര് ഇടികൂടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവര് ഇടികൂടുമ്പോ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഇങ്ങനെ വലിച്ചടിപ്പിച്ചിട്ട് ഇടിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തള്ളിയിടാം അല്ലെ. അപ്പം ഇവിടെ എന്താ, Q1 Q2 രണ്ട് ആളുകൾ അടുത്തടുത്ത് നിൽക്കുന്നു. അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിക്കാം? ഒന്നെങ്കിൽ അട്രാക്ഷൻ നടക്കാം, അല്ലെങ്കിൽ ഒരു റിപ്പൽഷൻ നടക്കാം. അപ്പൊ ഇവിടെ ഈ രണ്ട് ചാർജസിനെ വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അട്രാക്ഷനും റിപ്പൽഷനും എങ്ങനെയായിരിക്കും? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൂളോംസ് ലോ എന്ന് പറയുന്ന ഈ ഒരു ലോ പറയുന്നത്. അപ്പൊ ഇവിടെ അട്രാക്ഷൻ നടക്കണമെങ്കിലും റിപ്പൽഷൻ നടക്കണമെങ്കിലും ഇവിടെ എന്ത് വേണം? നമുക്കറിയാവുന്നത് പോലെ ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രണ്ട് ചാർജസ് Q1 Q2 നമ്മൾ അടുത്തടുത്ത് വെക്കുന്നു. ഓക്കെ, അടുത്തടുത്ത് വെക്കുന്ന സമയത്ത് ഈ Q1 ഉം Q2 വിന്റെയും ചാർജസ് നമ്മൾ കൂട്ടുകയാണ്, അല്ലെങ്കിൽ Q1 ന്റെ വാല്യൂ കൂട്ടുന്നു, Q2 ന്റെ വാല്യൂ കൂട്ടുന്നു, അല്ലെങ്കിൽ Q1 ഉം Q2 ഉം ചെറിയ വാല്യൂസ് ഉള്ള Q1 ഉം Q2 എടുക്കുന്നു, അല്ലെങ്കിൽ Q1 ന്റെയും Q2 വലിയ വാല്യൂസ് ഉള്ള Q1 ഉം Q2 എടുക്കുന്നു. ഏതായിരിക്കും മോർ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഓർത്ത് നോക്കൂ. രണ്ട് കുട്ടികൾ തമ്മിൽ ഇടികൂടുമ്പോഴാണോ, വലിയ രണ്ടാളുകൾ തമ്മിൽ ഇടികൂടുമ്പോഴായിരിക്കും കൂടുതൽ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നത്? യെസ്, വി നോ ദാറ്റ്. എന്താണ്? വലിയ ആളുകൾ തമ്മിൽ ഇടികൂടുമ്പോഴായിരിക്കും അല്ലെ. എന്ന് പറയുന്നത് പോലെ തന്നെ Q1 ന്റെയും Q2 ന്റെയും വാല്യൂ ലാർജ് ആണെങ്കിൽ, Q1 ന്റെയും Q2 ന്റെയും വാല്യൂ ലാർജ് ആണെങ്കിൽ ഫോഴ്സും കൂടും അല്ലെ. ഈ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് Q1 ഉം Q2 ഉം, Q1 ന്റെ ചാർജും Q2 ന്റെ ചാർജും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ കൂടുകയാണെങ്കിൽ ഫോഴ്സിന്റെ വാല്യൂ കൂടും. ഓക്കെ, ദെൻ Q1 Q2 വാല്യൂ കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫോഴ്സിന്റെ വാല്യൂവും കുറയും. എന്ന് വെച്ചാൽ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്ക് പറയാൻ പറ്റും they are directly proportional. So F proportional to Q1 into Q2. F directly proportional to Q1 into Q2. Then what is the distance between Q1 and Q2? Q1 ഉം Q2 ഉം R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഇതിനെ കുറച്ചും കൂടി അടുത്ത് കൊണ്ടുവച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിനെ കുറച്ചും കൂടി അകത്തി കൊണ്ടുവച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം, അടുത്ത് കൊണ്ടുവെക്കുമ്പോഴായിരിക്കും അട്രാക്ഷനോ റിപ്പൽഷനോ കൂടുന്നത് അല്ലെ. സോ ഈ അടുത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് F പ്രൊപ്പോർഷണൽ ടു, ഇവിടെ അനുസരിക്കുന്ന ലോ ഏതാണ്? ഇവിടെ ഒബേ ചെയ്യുന്ന ലോ ആണ് ഇൻവേഴ്സ് സ്ക്വയർ റൂൾ എന്ന് പറയുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ റൂൾ അതെന്താണ്? നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ് കൂടുകയോ കുറയുകയോ ആണെങ്കിൽ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതായത് ഇവരെ അടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അടുത്ത് വെക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് കുറയുന്നു. ആ സമയത്ത് എന്തായിരിക്കും കൂടുന്നത്? ഫോഴ്സ് കൂടുന്നു അല്ലെ. സോ അതുപോലെ R എന്ന് പറയുന്നത് അകത്തി വെക്കുന്നു, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് കൂടുന്നു. R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഫോഴ്സ് കുറയുന്നു. സോ ഫോഴ്സ് F പ്രൊപ്പോർഷണൽ ടു 1/r². F പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പൊ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്കൊരു ഇക്വേഷൻ ഇവിടെ എഴുതാം. F പ്രൊപ്പോർഷണൽ ടു Q1 Q2 by r². F proportional to Q1 Q2 by r². F proportional to Q1 Q2 by r². And ഈ Q1 Q2 by r² is proportional to F ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ഇക്വേറ്റ് ചെയ്യണം. ഇവരെ നമുക്ക് ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് K into Q1
Q2 by R square. K into Q1 Q2 by R square എന്ന് എടുക്കുന്നു. ഓക്കെ, എന്താണ് കെയുടെ വാല്യൂ? എന്താണ് കെയുടെ വാല്യൂ എന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. സോ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 by R square എന്ന് നമ്മൾ പറയുന്നു. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കൂളോംസ് ലോ. ഇക്വേഷൻ ഫോർ കൂളോംസ് ലോ. അല്ലെങ്കിൽ ഈ കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ കെ ഇസ് ഈക്വൽ ടു 9 into 10 raised to 9 ആണ്. 9 into 10 raised to 9 ആണ്. ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റിന്റെ വാല്യൂ 9 into 10 raised to 9 ആണ്. യൂണിറ്റ് എന്തായിരിക്കും? ഈ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കെയുടെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പം കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? കെ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ Q1 by Q2 അല്ലെ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. എന്താണ് ആർ സ്ക്വയറിന്റെ യൂണിറ്റ്? ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ ആണ്. ദെൻ Q1 Q2 എന്താ? ചാർജസ് ആണ് അല്ലെ, കൂളോം സ്ക്വയർ ആണ്. സോ K is equal to 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് ഈ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. ഈ K എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺസിഡർ ചെയ്യുന്ന ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റന്റ് ആണ്. അപ്പൊ K എന്ന് പറയുന്നത് കെയുടെ വാല്യൂ 1/4 എപ്സിലോൺ 0 ആണ്. കെയുടെ വാല്യൂ എന്താണ്? 1/4 എപ്സിലോൺ 0 അല്ലെങ്കിൽ 9 into 10 raised to 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ എപ്സിലോൺ 0യുടെ വാല്യൂ ഓഫ് എപ്സിലോൺ 0 എന്ന് പറയുന്നത് 8.854 into 10 raised to -12 ആണ്. -12 ആണ് എപ്സിലോൺ 0യുടെ വാല്യൂ. ഓക്കെ, സോ ഇതാണ് കൂളോംസ് ലോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. എന്താണ് കൂളോംസ് ലോ എന്ന് നമുക്കൊന്ന് പറയാം. The electrostatic force between two stationary point charges ആണ് നമ്മൾ ഈ കൺസിഡർ ചെയ്ത Q1 ഉം Q2 ഉം is directly proportional to the product of their charges. Is directly proportional to the product of charges and inversely proportional to the square of the distance between them. Okay, and inversely proportional to the square of the distance between them. That is F proportional to Q1 Q2 by R square. F proportional to Q1 Q2 by R square. Okay, this is known as Coulomb's law. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? Coulomb's law എന്ന് പറയുന്നത്. എന്താണ് Coulomb's law? ഒന്നുകൂടി പറഞ്ഞു നോക്കാം. The electrostatic force between two stationary point charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. Okay, ഇത്രയും കാര്യം മനസ്സിലായോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതാ വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ നോക്കാം. ഓക്കെ, നമ്മൾ ഇതാ ഇവിടെ കൺസിഡർ ചെയ്തു Q1 എന്ന് പറയുന്ന ഒരു ചാർജ് നമ്മൾ കൺസിഡർ ചെയ്തു. Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ Q1 ഉം Q2 ഉം ഇരിക്കുന്ന പൊസിഷൻസ് നിങ്ങൾ വെക്ടേഴ്സ് പഠിച്ചല്ലേ +1-ൽ? വെക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ Q1 ഇരിക്കുന്ന പൊസിഷൻ R1 ഉം Q2 ഇരിക്കുന്ന പൊസിഷൻ R2 ഉം ആണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ R21 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് വെക്ടർ R2 മൈനസ് വെക്ടർ R1 ആണ് അല്ലെ. അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ R21 is equal to വെക്ടർ R2 മൈനസ് R1 ആയിരിക്കും. എന്താണ് ഇവിടുത്തെ? R21 ആയിരിക്കും ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്? യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? R21, വെക്ടർ R21 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R21 ആയിരിക്കും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ്? കൂളോംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ F is equal to 1/4 എപ്സിലോൺ 0 into Q1 Q2 by R square. ഈ ഇക്വേഷനെ നമ്മൾ വെക്ടർ ഫോമിൽ കൂടി എഴുതേണ്ടതുണ്ട്. സോ F is equal to 1/4 എപ്സിലോൺ 0
Q1 Q2 ബൈ ഇവിടെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് the force acting on Q2 due to Q1 ആണെങ്കിൽ ഈ ഫോഴ്സ് നമ്മൾ F21 എന്നാണ് എഴുതുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് R21 ആണെങ്കിൽ, ദ വെക്ടർ R21 ആണെങ്കിൽ ഇതിനെ നമ്മൾ ടാലി ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ കൂടി ചെയ്യുന്നു. ഒന്ന് നോക്കിയേ, F21 is equal to 1 by 4 pi epsilon 0 Q1 Q2 by R21 vector R21 which is equal to which is into യൂണിറ്റ് വെക്ടർ R. ഇനി നേരെ തിരിച്ചാണെങ്കിൽ F12 ആണെങ്കിൽ this is 1 by 4 pi epsilon 0 into Q1 Q2 by R12 vector R12 into R12 cap. ഇതാണ് നമ്മൾ വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വെക്ടർ മാത്രം ഇതിനകത്തൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ദിസ് ഈസ് വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ. ഓക്കെ, ഓക്കെ, നമ്മളിവിടെ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് കൺസിഡർ ചെയ്യുന്നു. കുറെ ചാർജസ് ഉണ്ട് സിസ്റ്റത്തിൽ എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ചാർജസ് എല്ലാം കൂടി ഒരു ചാർജിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് പല രീതിയിൽ പറയാം അല്ലെ. ഇപ്പൊ ഇവിടെ F1 എന്ന് പറയുന്ന ഒരു ചാർജിനെ കൺസിഡർ ചെയ്ത് കണ്ടോ, F1. ഈ F1 നോക്കി, ഈ F1ലേക്ക് ബാക്കി ചാർജസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഈ F1ലേക്ക് ബാക്കി ചാർജസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ F1ൽ ഉണ്ടാവുന്ന ചാർജ് എന്തായിരിക്കും? F1ൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് ഓൺ F1 എന്തായിരിക്കും? നമുക്ക് ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ് അല്ലെങ്കിൽ F1ലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് F1ലേക്ക് 2ൽ നിന്നും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, ചാർജ് 2ൽ നിന്നും ആക്ട് ചെയ്യുന്ന F12. ഓക്കെ, അതുപോലെ F13 പ്ലസ് F14 പ്ലസ് എക്സെട്ര പ്ലസ് F1n. ഓക്കെ, ഇവിടെയുള്ള എല്ലാ ചാർജസും നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെ. ഇവിടുത്തെ ടോട്ടൽ ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി, ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി F12 എന്തായിരിക്കും? 1 by 4 pi epsilon 0 that is Q1 Q2 by R12. എന്താണ് F13 എന്തായിരിക്കും? 1 by 4 pi epsilon 0 Q1 Q2 by R13. അങ്ങനെ പോയി 1n എന്തായിരിക്കും? 1 by 4 pi epsilon 0 Q1 Q2 by R1n vector 1n cap. എന്തായിരിക്കും ഇവിടുത്തെ ടോട്ടൽ സിസ്റ്റം ഓഫ് ചാർജ് എന്ന് പറയുന്നത്? നമുക്ക് ഈ ചാർജസ് എല്ലാം കൂടെ കൂട്ടിയാൽ ഇവിടെ Q3 ആണ്, ഇവിടെ Qn ആണ് കേട്ടോ. Q1 Q3, ഇവിടെ Q1 Qn ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ചാർജസും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചില കാര്യങ്ങളൊക്കെ കോൺസ്റ്റന്റ്. എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ കോൺസ്റ്റന്റ്? എല്ലാ കേസിലും Q1 by 4 pi epsilon and Q1 by 4 pi epsilon കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ ടോട്ടൽ ചാർജ്, സം ഓഫ് ചാർജസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് Q1 by 4 pi epsilon എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. ദെൻ എന്തിനൊക്കെയാണ് ഇവിടെ ചേഞ്ച് ഉള്ളത്? ചേഞ്ച് ഉള്ളത് Q2 by R12 vector R12 cap plus Q3 by R13 vector R13 cap plus etc plus Qn by Q1n vector Q1n R1n cap. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ ചാർജിന്റെ സം എന്ന് പറയുന്നത് അല്ലെ. സോ F is equal to Q1 by 4 pi epsilon 0 then
ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം അല്ലെ, സം ചെയ്യണം അല്ലെ. അപ്പൊ ഇതെങ്ങനെയായിരിക്കും സം എടുക്കുന്നത്? ദിസ് ഈസ് ദ സമ്മേഷൻ ഓഫ് ക്യൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സം ചെയ്യാൻ പോവാണ്. എവിടം തൊട്ട് എവിടം വരെയാണ്? നമുക്കൊരു സമ്മേഷൻ, ഒരു വാല്യൂ കൊടുക്കുകയാണ്. I എന്ന് പറയുന്നത് 2 to n ആണ്. 2 തൊട്ട് n വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം I എവിടെയാണ്? Qi ഡിവൈഡഡ് ബൈ R1i വെക്ടർ R1i. അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്, സം ചെയ്യാൻ പോവാണ്. സം ചെയ്തിട്ട് ഈ ഒരു ടേമുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ്, അപ്പൊ മൾട്ടിപ്പിൾ ചാർജസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് ആണ് നമ്മൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? സിമ്പിൾ ആയിട്ട് ഈ ചാർജസിന്റെ ഫോർമുല ആഡ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ ഈ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത് the superposition principle in addition. The superposition principle in addition. ഒന്ന് നോക്കിയേ, the net electrostatic force on a charge due to system of point charges is the vector sum of the individual forces exerted on it by each charge acting independently of each charge. എന്താ പറയുന്നത്? The net electrostatic force on a charge due to system of point charges എന്താ എടുക്കുന്നത്? വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ് എക്സേർട്ടഡ് ഓൺ ഇറ്റ്. അപ്പൊ ഓരോ ചാർജിന്റെയും വെക്ടർ സം, ഓരോ സിംഗിൾ ചാർജസിന്റെയും ആഡ് ചെയ്ത ഒരു വെക്ടർ സം ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ബൈ ഈ ചാർജ് ആക്ടിങ് ഇൻഡിപെൻഡന്റ്ലി ഓൺ ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻഡിപെൻഡന്റ്ലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ കൂളോംസ് ലോ ബേസ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്.